കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് നേതാക്കൾ നിലനിൽപ്പ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും BDJS അംഗവുമായ PR ബിനു ആരോപിച്ചു. CPM-ഉം കോൺഗ്രസുമായി ചേർന്ന് തട്ടിക്കൂട്ട് സമരങ്ങൾ നടത്തി ജനങ്ങളുടെ മുമ്പിൽ പുകമറ സൃഷ്ടിക്കുവാനാണ് ശ്രമിക്കുന്നത്. CPM സ്പോൺസേഡ് സമരമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയതെന്നും ബിനു ആരോപിച്ചു. കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് മെമ്പർമാരുടെ ഒരു പ്രതിഷേധം നമ്മൾ മാധ്യമങ്ങളിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായി. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആസൂത്രണ സമിതി അംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ കോൺഗ്രസിൻ്റെ മെമ്പർമാർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണം ആണ് വന്നതെങ്കിൽ പോലും കോൺഗ്രസിലെ സിദ്ദിഖിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നേരത്തെ കമ്മിറ്റിയിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പിസവും പടലപ്പിണക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ഈ ആസൂത്രണ സമിതിയിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. മറ്റൊന്ന്, അവർ സമരം ചെയ്ത് പഞ്ചായത്ത് ഹാളിലേക്ക് ഓഫീസിലേക്ക് കടന്നു വന്നത് ഉദ്യോഗസ്ഥ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു വന്നത്. സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മെമ്പറെ കൂറുമാറ്റി LDF-ന്റെ ഭരണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. സത്യത്തിൽ ശ്രീ സജീവൻ AS അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ സജീവൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ യാതൊരു ഫയലും പെൻഡിങ്ങിൽ വയ്ക്കാതെ കൃത്യമായി ജോലി ചെയ്യുന്നൊരു സാഹചര്യമാണ് പതിവ് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം നമ്മുടെ പഞ്ചായത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആണ് ഒരു സമരം UDF സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ സമരത്തിന് മുമ്പേ CPM-ന്റെ ഏരിയ സെക്രട്ടറിയെയും അതോടൊപ്പം ലോക്കൽ സെക്രട്ടറിമാരോടും ഒക്കെ കൈ കൊടുത്തുകൊണ്ട് ഞങ്ങളൊരു ഒരു 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 നിലനിൽപ്പ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അറിയിച്ചുകൊണ്ടാണ് അവിടെ ഇന്നലെ ഒരു നാടകീയപരമായ നിലയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്.